ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യയുടെ എന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്ഗാൻ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2025 ജൂലൈ ബാച്ചിലേക്കുള്ള അഫ്കാറ്റ് എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിലെ ഇന്ത്യൻ എയർഫോഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസർ ലെവലുള്ള വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ച്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് ബ്രാഞ്ചുകളും വരുന്നുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിന് കീഴിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിന് കീഴിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ച്, അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ച്, അക്കൗണ്ട്സ് ബ്രാഞ്ച്, ലോജിസ്റ്റിക്സ് ബ്രാഞ്ച്, മെട്രോളജി ബ്രാഞ്ച്, എഡ്യൂക്കേഷൻ ബ്രാഞ്ച് തുടങ്ങിയ ബ്രാഞ്ചുകൾ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിന് കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിലെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 30/5/2024 മുതൽ 28/6/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് SSC വഴിയാണ്, അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണ്, അതുപോലെ തന്നെ പെർമനൻറ്റ് കമ്മീഷൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ അഫ്കാറ്റ് എൻട്രി വഴി ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 29 വേക്കൻസി, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 156 വേക്കൻസി, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 199 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ ബ്രാഞ്ച് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ച് വൈസ് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 24 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 24 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2001 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയടുത്ത ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. 60% മാർക്കോട് കൂടി ഏതൊരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ BE BTech 4 വർഷത്തെ 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിർബന്ധമായിട്ടും +2 ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. ഓരോ സബ്ജക്റ്റിനും മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 26 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 1999 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 4 വർഷത്തെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിലേക്കും കൃത്യമായിട്ടുള്ള സ്ട്രീമുകൾ പറയുന്നുണ്ട്. അവർ സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും +2 മാത്സും അതുപോലെ തന്നെ ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. 50% മാർക്ക് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ജൂലൈ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 26 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് 2 ജൂലൈ 1999 1 ജൂലൈ 2005
ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വെപ്പൺ സിസ്റ്റം ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 50% മാർക്കോട് കൂടി +2 പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ 3 വർഷത്തെ ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്. 60% മാർക്കോട് കൂടി ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ BE BTech 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അഡ്മിനിസ്ട്രേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി ഏതെങ്കിലും സബ്ജക്റ്റിൽ 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ BCom ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ BBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ്, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CFA BSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഫിനാൻസോട് കൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത ലോജിസ്റ്റിക്സ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് PG ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോട് കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കാം. കൂടാതെ നിർബന്ധമായിട്ടും ഗ്രാജുവേഷനിൽ 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ മെട്രോളജി ബ്രാഞ്ചാണ്. BSc വിത്ത് ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ 60% മാർക്കോട് കൂടി പാസ്സായിട്ടുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതിനും 60% മാർക്ക് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സബ്ജക്റ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ ബ്രാഞ്ചിലേക്കും വന്നിട്ടുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെയിൽസിനും ഫീമെയിൽസിനും മിനിമം ഹൈറ്റ് 162.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് മിനിമം 157.5 സെൻറ്റിമീറ്റർ മെയിൽസിനും ഫീമെയിൽസിന് ഹൈറ്റ് മിനിമം 152 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.afcat.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ www.careerindianforce.cdsc.in ഈ ഒരു സൈറ്റ് വഴിയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 28/6/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 550 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. NCC സ്പെഷ്യൽ എൻട്രി വഴി അപ്ലൈ ചെയ്യുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും 550 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.